ഈ ലഹരി മാഫിയ വ്യാപകമാകുന്നതോടുകൂടി സംസ്ഥാനത്ത് നടക്കുന്ന കൊലപാതകങ്ങളുടെ ക്രൂരതയും കൂടി വർദ്ധിച്ചിരിക്കുകയാണ്. കേട്ടാൽ ഞെട്ടിപ്പോകുന്ന തരത്തിൽ, കാണാൻ കഴിയാത്ത തരത്തിലുള്ള, ഒരു വിഷ്വലിൽ പോലും കാണാൻ കഴിയാത്ത തരത്തിലുള്ള ക്രൂരതയാണ് കൊലപാതകങ്ങൾക്ക്, ക്രൂരമായ ആക്രമണങ്ങൾക്കാണ്. പ്രായവ്യത്യാസമില്ലാതെ ആളുകളെ ആക്രമിക്കുകയാണ്, കുഞ്ഞുങ്ങളെയും മുതിർന്ന ആളുകളെയും എല്ലാവരും ആക്രമിക്കുകയാണ്. ലഹരി മരുന്നിൻ്റെ അടിമകളായി മാറിയ ഗുണ്ടകളാണ് കേരളത്തെ നിയന്ത്രിക്കുന്നത്. അവിടെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കെടുകാര്യസ്ഥതയാണ് മുഖമുദ്ര. പാർട്ടിയാണ് ഭരിക്കുന്നത് പോലീസിനെ, ജില്ലാ കമ്മിറ്റിയാണ് SP യെ നിയന്ത്രിക്കുന്നത്, SHO യെ നിയന്ത്രിക്കുന്നത് ഏരിയ കമ്മിറ്റിയാണ്. കണ്ടില്ലേ, പന്തീരങ്കാവിൽ വിവാഹം കഴിഞ്ഞ 5ാമത്തെ ദിവസം ഒരു പെൺകുട്ടി ക്രൂരമായി ആക്രമിക്കപ്പെട്ടു ഇല്ലേ, ഭർത്താവിൻ്റെ. പോലീസ് സ്റ്റേഷനിൽ പോയി. എൻ്റെ നിയോജകമണ്ഡലത്തിലാണ് ആ കുട്ടി. അവരുടെ മാതാപിതാക്കൾ കൊച്ചിനെ കണ്ടിട്ട് തിരിച്ചറിഞ്ഞില്ല 5 ദിവസം കഴിഞ്ഞപ്പോൾ. അത്രമാത്രം അതിനെ ആക്രമിച്ചു. പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ SHO പരിഹസിക്കുകയാണ്, പോലീസുകാരുടെ തോളെ കൈയിട്ട് പ്രതികൾ നിൽക്കുകയാണ്. നമസ്കാരം. ഇന്ന് കേരളത്തിൻ്റെ സ്ഥിതി എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. പിണറായി വിജയൻ്റെ ഗുണ്ടാ മാഫിയ സംഘമാണ് കേരളം ഭരിക്കുന്നത്. അവരാണ് പോലീസിനെ നിയന്ത്രിക്കുന്നത്, അവരാണ് സമൂഹത്തിലെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത്. അവർക്ക് ഗുണ്ടാ മാഫിയ സെറ്റുണ്ട്. അവർ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടതാണ്. ഇവിടെയുള്ള എല്ലാ തരത്തിലുള്ള അധോലോക മാഫിയ പ്രവർത്തനങ്ങൾ അവരാണ് നടത്തുന്നത്. ഇവർ കൊലപാതകങ്ങൾ നടത്തുന്നു, വീടുകയറി ആക്രമണങ്ങൾ നടത്തുന്നു. ഇതിനെക്കുറിച്ച് ഇന്ന് കൃത്യമായിട്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞുള്ള കാര്യങ്ങളാണ്. അദ്ദേഹം വളരെ ഗൗരവമായിട്ട് തന്നെയാണ് ഇന്ന് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. വീട് കയറി ആളുകളെ ആക്രമിച്ച് ആ ആക്രമിച്ച ബോഡി പോലും വികൃതമാക്കുകയാണ്. മയക്കുമരുന്നിന് അടിമകളായവർ, അവർക്ക് എല്ലാ പിന്തുണയുമുള്ളത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ്. VD സതീശൻ പറയുന്നത് മുഖ്യമന്ത്രി പങ്കില്ല എന്നാണ്. എന്നാൽ മുഖ്യമന്ത്രിക്ക് എല്ലാ തരത്തിലും പങ്കുണ്ട്. കേരളത്തിൽ 1 ലക്ഷം കോടി രൂപയുടെ മയക്കുമരുന്ന് വിൽക്കുന്നു എന്നുള്ളതാണ്. MDMA അടക്കമുള്ള മാരകമായ ഡിജിറ്റൽ കാര്യങ്ങൾ ഈ മയക്കുമരുന്ന് വിൽക്കുന്നു എന്നുള്ളതാണ് നേരത്തെ ക്രൈം പുറത്തുവിട്ടുള്ള വാർത്ത. ഇവിടെ നിന്ന് പുറം ലോകത്ത് നിന്ന് സമുദ്രം വഴിയും കടൽ വഴിയും ഒക്കെ തന്നെ ഇവിടെ മെറ്റീരിയൽ എത്തുന്നുണ്ട്. അതിന് കൃത്യമായിട്ട് അവിടെ പോലീസ് സംവിധാനത്തിന് സഹായമുണ്ട്. ഡോൺ എന്നറിയപ്പെടുന്നൊരു പോലീസ് ഓഫീസറുണ്ട്, ഉന്നത പോലീസ് ഓഫീസർ. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കണ്ണിയുണ്ട്. ഇവിടെ പ്രമുഖരായ ആളുകൾ പിടികൂടപ്പെട്ടാൽ അവരൊന്നും തൊടില്ല. സാധാരണക്കാരും പിടികൂടപ്പെട്ടാൽ മാത്രമേ അവരെ അറസ്റ്റ് ചെയ്യുള്ളൂ. അവരെ സ്ഥിരമായ കുറ്റവാളികളാക്കിയാൽ മാത്രമേ സ്ഥിരമായിട്ട് അവരെ പിന്നീട് ഇറക്കിക്കൊണ്ടുവന്ന് ബിസിനസ്സിലേക്ക് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. എത്ര പെൺകുട്ടികളാണ് നശിച്ചു പോയിരിക്കുന്നത്, എത്ര ആൺകുട്ടികളാണ് നശിച്ചു പോയിരിക്കുന്നത്. എറണാകുളമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട സെൻറ്റർ. തലശ്ശേരിയും കോഴിക്കോടും മലപ്പുറവും കണ്ണൂരും എല്ലാം തന്നെ ഇതിൻ്റെ സെൻറ്ററാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ കൊച്ചു ഗ്രാമങ്ങൾ പോലും ഇപ്പോൾ ഇതിൻ്റെ സെൻറ്ററായി മാറിയിരിക്കും. പെട്ടിക്കടകൾ പോലും സെൻറ്ററായി മാറിയിരിക്കുന്നു. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മാരകമായ ദുരന്തഫലങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. എന്തായാലും ഇന്ന് VD സതീശൻ നടത്തിയ പത്രസമ്മേളനം ഒന്ന് കേൾക്കാൻ. പൂർണ്ണമായിട്ട് ആ തുടക്കത്തിൽ ചെറിയൊരു ഭാഗം മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഗുണ്ടകളുടെ കൈപ്പിടിയിലാണ് കേരളം. മുഖ്യമന്ത്രിക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉപജാപക സംഘമാണ് പോലീസിനെ നിയന്ത്രിക്കുന്നത്. പോലീസ് നിസ്സഹായരായി നിൽക്കുകയാണ്. 2000-ഓളം ഗുണ്ടകളാണ് തെരുവിലിറങ്ങിയിരിക്കുന്നത്. ഏത് സമയത്തും ആരും കൊല ചെയ്യപ്പെടാം, ആരുടെ വീടും അടിച്ചു പൊളിക്കാം. ഞാൻ തന്നെ എത്രയോ വീടുകളിൽ പോയി. ഗുണ്ടകൾ അടിച്ചു പൊളിക്കുകയാണ് വീട്. ഇവർ ലഹരി മരുന്നും മാഫിയ ഗുണ്ടകളും കേരളത്തിൽ അഴിഞ്ഞാടുകയാണ്. അവരുടെ കൺട്രോളിലാണ് കേരളം. അവരെ പേടിച്ച് കാപ്പ നിയമം പോലും നടപ്പാക്കുന്നില്ല സർക്കാർ. കാപ്പ പ്രകാരം പോലും അവരെ അറസ്റ്റ് ചെയ്യുന്നില്ല. ഈ മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ, അദ്ദേഹം ആഭ്യന്തര വകുപ്പിൻ്റെ മന്ത്രി കൂടിയല്ലേ, എത്ര ക്രൂരമായ കൊലപാതകങ്ങളാണ് നടക്കുന്നത്. ഈ ലഹരി മാഫിയ വ്യാപകമാകുന്നതോടുകൂടി സംസ്ഥാനത്ത് നടക്കുന്ന കൊലപാതകങ്ങളുടെ ക്രൂരതയും കൂടി വർദ്ധിച്ചിരിക്കുകയാണ്. കേട്ടാൽ ഞെട്ടിപ്പോകുന്ന തരത്തിൽ, കാണാൻ കഴിയാത്ത തരത്തിലുള്ള, ഒരു വിഷ്വലിൽ പോലും കാണാൻ കഴിയാത്ത തരത്തിലുള്ള ക്രൂരതയാണ് കൊലപാതകങ്ങൾക്ക്, ക്രൂരമായ ആക്രമണങ്ങൾക്കാണ്. പ്രായവ്യത്യാസമില്ലാതെ ആളുകളെ ആക്രമിക്കുകയാണ്, കുഞ്ഞുങ്ങളെയും മുതിർന്ന ആളുകളെയും എല്ലാവരും ആക്രമിക്കുകയാണ്. ലഹരി മരുന്നിൻ്റെ അടിമകളായി മാറിയ ഗുണ്ടകളാണ് കേരളത്തെ നിയന്ത്രിക്കുന്നത്. അവിടെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കെടുകാര്യസ്ഥതയാണ് മുഖമുദ്ര. പാർട്ടിയാണ് ഭരിക്കുന്നത് പോലീസിനെ, ജില്ലാ കമ്മിറ്റിയാണ് SP യെ നിയന്ത്രിക്കുന്നത്, SHO യെ നിയന്ത്രിക്കുന്നത് ഏരിയ കമ്മിറ്റിയാണ്. കണ്ടില്ലേ, പന്തീരങ്കാവിൽ വിവാഹം കഴിഞ്ഞ 5ാമത്തെ ദിവസം ഒരു പെൺകുട്ടി ക്രൂരമായി ആക്രമിക്കപ്പെട്ടു ഇല്ലേ, ഭർത്താവിൻ്റെ. പോലീസ് സ്റ്റേഷനിൽ പോയി. എൻ്റെ നിയോജകമണ്ഡലത്തിലാണ് ആ കുട്ടി.
അവരുടെ മാതാപിതാക്കൾ കൊച്ചിനെ കണ്ടിട്ട് തിരിച്ചറിഞ്ഞില്ല 5 ദിവസം കഴിഞ്ഞപ്പോൾ. അത്രമാത്രം അതിനെ ആക്രമിച്ചു. പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ SHO പരിഹസിക്കുകയാണ്. പോലീസുകാരുടെ തോളെ കൈയിട്ട് പ്രതികൾ നിൽക്കുകയാണ്. ഞാൻ ആ പോലീസ് കമ്മീഷണറെ നേരിട്ട് വിളിച്ച് സംസാരിച്ചു. ഗൗരവമുള്ള വിഷയമാണ്, നടപടിയെടുക്കാമെന്ന് പറഞ്ഞ് എടുത്തില്ല. എന്നിട്ട് അയാൾക്ക് നാട് വിടാനുള്ള സൗകര്യം പോലീസ് തന്നെ ചെയ്തു കൊടുത്തു. എന്നിട്ട് പറയും ഇപ്പോൾ ആളെ കിട്ടാനില്ല എന്ന് പറയുകയാണ്. മകളെ കല്യാണം കഴിപ്പിച്ച കൊടുത്ത മാതാപിതാക്കൾക്കുണ്ടായ ദുരന്തമാണ്. എന്നിട്ട് ആൾ രക്ഷപ്പെട്ടെന്ന് പറയുകയാണ്. പിന്നെ ഒന്നും ചെയ്യണ്ടല്ലോ, ഇനി ഒന്നും ചെയ്യണ്ടല്ലോ. ഇത്രയും നിഷ്ക്രിയത്വം പോലീസ്. ഇതുപോലത്തെ ഒരു ക്രൂരമായ സംഭവം മാതാപിതാക്കൾ കരഞ്ഞുകൊണ്ട് പോയി പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞപ്പോൾ അവരെ പരിഹസിക്കുകയായിരുന്നു പോലീസ് ചെയ്തത്. സ്ത്രീകൾ ഒരു പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ പോകാൻ പറ്റില്ല കേരളത്തിൽ. അവർ പരിഹസിക്കപ്പെടുകയാണ്, അവർ ആക്ഷേപിക്കപ്പെടുകയാണ്. അത്രമാത്രം സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളും കേരളത്തിൽ വർദ്ധിക്കുകയാണ്. ഇതല്ലേ സംഭവം. ഇത്ര മാധ്യമങ്ങളെല്ലാം കൊണ്ടുവന്ന ഒരു വലിയ വിഷയം. എന്നിട്ട് എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത്? ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുകയാണ്.